ബാങ്കിൽ UPI ട്രാൻസാക്ഷനുകൾ കൂടിയാൽ ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരും. നമ്മളുടെ പല ആളുകൾക്കുള്ള ഡൗട്ടാണ് ഇത്. ശരിക്കും ഓരോ ബാങ്ക് ട്രാൻസാക്ഷനുകളും ബാങ്ക് നോട്ടബിൾ ആണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു പരിധിക്ക് മുതൽ ബാങ്കിൽ വരുന്ന നിക്ഷേപങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ബാങ്ക് അത് ഇൻകം ടാക്സിന് നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യണം. അതിന് SFT എന്ന് പറയും. ഈ സാധനം ഇൻകം ടാക്സിന്റെ റഡാർ പരിധിയിൽ വരുന്നത് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഡിപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ബാങ്ക് അതെന്ത് ചെയ്യും? ഇൻകം ടാക്സിന് അറിയിക്കും. അതേപോലെ കറണ്ട് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ. ഇത് എങ്ങനെയാണ് ഇൻകം ടാക്സ് പരിശോധിക്കുക? നമുക്കറിയാം ഇത് ഡിജിറ്റൽ യുഗമാണ് അല്ലെ? ആ ഡിജിറ്റൽ യുഗത്തിൽ ഇൻകം ടാക്സിന്റെ കയ്യിൽ ഓൾറെഡി ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ടൂൾസുകൾ ഉണ്ട്. ആ ടൂളും ബാങ്ക് നൽകിയ രേഖയും പരിശോധിച്ചിട്ട് നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷനും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതും എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരും. അതിന് പ്രധാനമായും ഇൻകം ടാക്സ് ഫോക്കസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. നിങ്ങളുടെ വരുമാന സ്രോതസ് UPI ട്രാൻസാക്ഷനുകളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തത് നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നോട്ടീസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ UPI ട്രാൻസാക്ഷന്റെ ഡോക്യുമെന്റ് കീപ്പ് ചെയ്യുക. അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ കയ്യിലുണ്ടാവണം. ITR ഫയൽ ചെയ്യുമ്പോൾ ബാങ്കിൽ വന്ന വരവിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ITR ഫയലിംഗ്.